മലയാള മനോരമയും ബ്രില്യൻ സ്റ്റഡി സെന്ററും ചേർന്ന് 10ാം ക്ലാസ്സിൽ അതായത് SSLCയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കോട്ടയം ജില്ലയിലെ SSLC എക്സാമിന് ഫുൾ A+ നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങ് നമ്മുടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഡയമണ്ട് ബ്ലോക്കിലാണ് വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. വിശിഷ്ട അതിഥികൾ ഒരുപാട് എത്തി കുട്ടികളെ പ്രശംസിക്കാനും ആശംസിക്കാനും അനുമോദിക്കാനും ഒക്കെ വേണ്ടി ഒരുപാട് വ്യക്തികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു ജനാവലി തന്നെയാണ് നമ്മുടെ ഈ D ബ്ലോക്കിൽ ഇന്ന് ഇവിടെ കാണാൻ സാധിച്ചത്. സോ മെയിൻ ആയിട്ടുള്ള പരിപാടികളെല്ലാം താ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോവാം. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, ദാ ഇവിടെ നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വലിയൊരു ജനാവലിയാണ് ദാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് 2 സെഷനായിട്ടാണ് നടക്കുന്നത്. രാവിലെ ഒരു സെഷനും ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു സെഷനുമായിട്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ഉന്നത നിലവാരത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കുന്ന മനോഹരമായ ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. മലയാള മനോരമയുടെയും ബ്രില്യൻ സ്റ്റഡി സെന്ററിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ ഞാൻ എല്ലാ മംഗളാശംസകളും നേരുന്നു. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അർപ്പിക്കുന്നു. എല്ലാ ഈശ്വരാനുഗ്രഹവും പ്രിയപ്പെട്ട കുട്ടികൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ നന്മകൾ നേടുകയും ചെയ്യുന്നു. മലയാള മനോരമ ഒരുക്കുന്ന ഈ ചടങ്ങിന് സഹകരിച്ചുകൊണ്ട് അതിന് എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല പഠന കേന്ദ്രമായി ഇന്ന് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ബ്രില്യൻ സ്റ്റഡി സെന്ററാണ് എന്നുള്ളതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേരും ചേരുമ്പോൾ ഇരട്ടി ശക്തിയാണ്, ഇരട്ട മധുരമാണ്, ഇരട്ടി മധുരമാണ്. അതുകൊണ്ട് മലയാള മനോരമയും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററും സംയുക്തമായി ചേരുന്ന ഈ ചടങ്ങിന് ഇരട്ടി മധുരമുണ്ട്, ഇരട്ട പ്രാധാന്യമുണ്ട്, വളരെ വലിയ മഹത്വമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ചടങ്ങ് ക്രമീകരിച്ച മലയാള മനോരമ കുടുംബാംഗങ്ങളെ ഞാൻ ആദ്യം തന്നെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമുക്കൊരു നല്ല കൈയടി മലയാള മനോരമയ്ക്ക് ആദ്യം തന്നെ കൊടുക്കാം. മനോരമയാണ് നിങ്ങൾ ആദ്യം ആദരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എന്നും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. 2, ഈ ചടങ്ങ് ഇപ്പോൾ പല ബ്രില്യന്റിലാണ് നടക്കുന്നത്. കേരളത്തിൽ ഇതുപോലെ എല്ലാ ജില്ലകളിലും, ഇപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിലുള്ളവരാണ് മുഖ്യമായി ഇവിടെ കൂടുതൽ. ഇടുക്കി ജില്ലയുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികൾ അവരെല്ലാം എല്ലാ ജില്ലയിലും അല്ലെങ്കിൽ കഴിയുന്നിടത്തോളം കേന്ദ്രങ്ങളിൽ വിളിച്ച് അവരെ പ്രത്യേകമായി ആദരിക്കുന്നതിനുള്ള ചടങ്ങാണ് ക്രമീകരിക്കുന്നത്. അതിനെല്ലാം ആതിഥേയത്വം വഹിക്കുവാൻ, മുഖ്യ പങ്ക് വഹിക്കുവാൻ ബ്രില്യൻ സ്റ്റഡി സെന്ററാണ് എന്നും മുന്നോട്ട് വരുന്നത്. കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്നതിലും നമ്മുടെ സമൂഹത്തിന് അവരെ അനുഗ്രഹീതരായി മുന്നോട്ട് നയിക്കുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട പഠന കേന്ദ്രമായി കേരളത്തിൽ മാറിയിരിക്കുന്ന സ്ഥാപനമാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ എന്നുള്ളത് നാം എല്ലാം അടുത്ത് തൊട്ടറിയുന്ന യാഥാർത്ഥ്യമാണ്. നമുക്ക് ഇന്ന് ഈ ചടങ്ങ് ഒരുക്കുവാനും നേതൃത്വപരമായ പങ്കുവഹിച്ച പല ബ്രില്യൻ സ്റ്റഡി സെന്ററിന് നല്ല ഒരു കൈയടി കൊടുത്ത് നമ്മുടെ നന്ദി രേഖപ്പെടുത്താം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്രില്യൻ സ്റ്റഡി സെന്ററിനും എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു.
വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് മലയാള മനോരമയും അതോടൊപ്പം തന്നെ ബ്രില്യൻറ്റും നടത്തുന്ന ഈ പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത്. ഞാൻ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ അങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ അല്ല. എല്ലാ അർത്ഥത്തിലും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട്. കാരണം ഈ ഹോളിൽ ഇരിക്കുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ശക്തമായ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. നമുക്കറിയാം, യു ഹാവ് എ ബ്ലൂ പ്രിന്റ് ഇൻ കരിയർ, അല്ലെ? കരിയറിൽ കൃത്യമായി ഞാൻ പറഞ്ഞു, യു ഹാവ് എ റൂട്ട് മാപ്പ്, വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് എവറിഥിങ്. പക്ഷേ യു ഷുഡ് ഹാവ് എ ബ്ലൂ പ്രിന്റ് ഇൻ ലൈഫ് ഓൾസോ. എന്താണ് ബ്ലൂ പ്രിന്റ്? സക്സസ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഫെയിലിയർ അല്ല, മാത്രമല്ല. പക്ഷേ നമ്മൾ പറയാറുള്ള പോലെ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി ഗോളാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു യഥാർത്ഥ മനുഷ്യനാകുവാനും കൂടി കഴിയണം. അതാണ് ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ്. ബ്ലൂ പ്രിന്റ് ഇൻ കരിയർ മാത്രമല്ല, യഥാർത്ഥ മനുഷ്യനാകണം. ആ മനുഷ്യനാകുമ്പോൾ തീർച്ചയായും മനുഷ്യത്വത്തോടു കൂടി നമ്മുടെ സമൂഹത്ത് നമുക്ക് മറ്റുള്ളവരെ കാണാനൂടെ കഴിയുമ്പോൾ തീർച്ചയായും ലൈഫിൽ സക്സസ് ഉണ്ടാകും. അതിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്നെങ്കിൽ ബ്രില്യൻറ്റിലായിരിക്കാം, മറ്റ് സ്ഥാപനങ്ങളിലായിരിക്കാം. നിങ്ങളെ ഓരോരുത്തരെയും ഭാവിയിലെ പ്രതിഭകളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഓരോ വ്യക്തികളുമായി മാറട്ടെ. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് യുവാക്കൾ നിർത്തുന്നു. അപ്പോൾ 2024 SSLC എക്സാമിൽ ഫുൾ A+ കരസ്ഥമാക്കിയ മിടുക്കി കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും നല്ല ചിരിച്ച് നല്ല പ്ലസൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മെറിറ്റ് ഡേ? നല്ലതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ആൾക്കാരുടെ ടോക്കും കാര്യങ്ങളും ഒക്കെ കേട്ടു അല്ലേ? എല്ലാവരും മനോഹരമായ ഒരു ഭാവി നേർന്നുകൊണ്ടാണ് നിങ്ങളെ ഓരോരുത്തരും ഇവിടുന്ന് യാത്രയായിരിക്കുന്നത്. അവിടെ ഇരുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ കേട്ടപ്പോൾ എന്ത് തോന്നി? നന്നായിട്ട് മോട്ടിവേറ്റ് ആയിട്ട് തോന്നി. കുറേ കോഴ്സസ് ഒക്കെ പറഞ്ഞു തന്നു, പിന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഡോക്ടറാവാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഹൈബ്രിഡ് ബാച്ചിൽ സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് കേട്ടപ്പോൾ ഇച്ചിരി കൂടെ മോട്ടിവേറ്റഡ് ആയി. ഓക്കെ, ഓൾറെഡി ഒരു ബ്രില്യൻ്റിനാണ് അല്ലേ? വൺസ് എ ബ്രില്യൻ്റ് ഓൾവേസ് എ ബ്രില്യൻ്റ് എന്നാണ് അല്ലേ? അപ്പോൾ ഡോക്ടർ എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രം, 2 വർഷങ്ങൾക്ക് ശേഷം അല്ലേ ഡോക്ടർ എന്ന ആഗ്രഹമായി മോൾ മുന്നോട്ട് പോകും. ആൻഡ് മോൾ എന്താണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ ഇത്രയും വലിയ ആളുകളൊക്കെ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ മോൾക്ക് എന്തോ? അതായത് കുറേ കോഴ്സസിനെ കുറിച്ചും എക്സാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് എല്ലാ എക്സാമിനെ കുറിച്ചും കുറേ അറിവ് കിട്ടി. ഒരു സാർ എന്നെ എല്ലാം വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനൊക്കെ പറ്റി. അപ്പം ഒരു നല്ല വിജ്ഞാനപ്രദമായിരുന്നു ഈ ഒരു ഇത്. നല്ല ക്ലാസ് ആയിരുന്നു. കുറേ തോട്ട് കിട്ടി. പിന്നെ കുറേ കോഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം ഈ ക്ലാസ്സിലൂടെ കിട്ടി. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മെറിറ്റ് ഡേ? അപ്പോൾ ഇതാ ഏതാനും വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം നിൽപ്പുണ്ട്. ഒപ്പം പ്രൗഡായിട്ടൊരു അമ്മയും നടുക്ക് നിൽപ്പുണ്ട്.
കാരണം ഇവർ ട്വിൻസാണ്. 2 മക്കളും ഈ വർഷം ഫുൾ A+ കരസ്ഥമാക്കി ബ്രില്യൻ മെറിറ്റ് ഡേയുടെയൊക്കെ ഭാഗമായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അമ്മയുടെ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏറ്റവും ഒരു അഭിമാന മുഹൂർത്തം അല്ലായിരുന്നു? അതെ, തീർച്ചയായിട്ടും അതെ. എന്ത് തോന്നി ഈ ഒരു നിമിഷത്തെക്കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയുക? വളരെ സന്തോഷം തോന്നി. 2 പേർക്കും കിട്ടിയ A+ കിട്ടി, ഫുൾ A+ കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് ഒരാൾക്ക് ആദ്യം ഒരു A ആയിരുന്നു ഇംഗ്ലീഷിൽ, പക്ഷേ റിവാലുവേഷൻ ചെയ്തപ്പോൾ ഫുൾ A+ ആയിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം എന്ത് തോന്നുന്നു മോനെ? എനിക്ക് സന്തോഷം തന്നെ, വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഫുൾ A+ ഒക്കെ കിട്ടുമെന്ന് അങ്ങനെ വിചാരിച്ചില്ല, പക്ഷേ കിട്ടി. പഠിച്ചുകൊണ്ട് അങ്ങനെ ആത്മാർത്ഥമായിട്ട് പഠിച്ച് കിട്ടി. ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ട് നേടിയെടുത്ത് എന്താണ് മക്കളെ ലക്ഷ്യം വെക്കുന്നത്? എന്താണ് ഇനി ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് ഇനി ആ മേഖലയിലുള്ള ഏതെങ്കിലും ഒരു ജോബിൽ കയറണമെന്നാണ് ആഗ്രഹം. ഓക്കെ. മോനും? എനിക്ക് തന്നെ ഐ ടി ഫീൽഡിൽ IT ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് അങ്ങനെ പോകാനാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും മക്കളെ. അങ്ങനെ നമ്മുടെ കോട്ടയം ജില്ലയിലെ മെറിറ്റ് ഡേയുടെ പ്രോഗ്രാമിന് ശേഷം നമ്മുടെ കുറച്ച് വിദ്യാർത്ഥികൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സോ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പ്രോഗ്രാം എന്നൊക്കെ. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ് മോളെ, എന്താ പേര്? എൻ്റെ പേര് മെറിൻ. ഓക്കെ. ഏത് സ്കൂളിലാണ്? CKMHSS കോരത്തോട്. വീട് എവിടെയാ? കോരത്തോട്. ദേവനന്ദന, ഗോപിക, അർച്ചന, ആ സ്കൂളാണ്. ശ്രേയ, അഭിരാമി, ഹർഷ. നിങ്ങളുടെ ഇന്നത്തെ പരിപാടി നിങ്ങൾ നല്ല ഗംഭീരമായിട്ട് കൂടി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ഓവറോൾ പറയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നി എല്ലാവർക്കും? നല്ല അടിപൊളിയായിട്ട് തോന്നി, നല്ല ഇൻസ്പയർഡ് ആയിട്ട് തോന്നി. പിന്നെ നല്ല എൻജോയ് ചെയ്തായിരുന്നു ക്ലാസ്സിലേക്ക് ഇരുന്നത്. സാറ് വന്ന് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും ബോറടിച്ചൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചതാണ്. കുറേ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ്സുകൾ കിട്ടി, കുറച്ച് മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം എന്തെങ്കിലും പുതുതായിട്ടുള്ള ഡിസിഷനാണ്, അല്ലെങ്കിൽ ചിലവർ ഓൾറെഡി മൈൻഡിൽ കുറിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ എന്താവണം എന്നുള്ളത് അല്ലേ? മോൾക്ക് എന്താവാനാണ് ആഗ്രഹം? നേഴ്സാണ്. എന്തുകൊണ്ടാണ് നേഴ്സ് ആവണം എന്നൊരു ആഗ്രഹം വന്നേ? എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് എന്താ ആഗ്രഹം? CA, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. മോൾക്കോ? നേഴ്സാ. മോൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക താല്പര്യം, അങ്ങനെ വരാൻ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നേഴ്സ് ആവണമെന്ന് പണ്ട് തൊട്ടുള്ളൊരു ആഗ്രഹം. മോളുടെ? ഞാൻ MBBS എടുക്കും. MBBS ആണ്. മോൾക്ക് അങ്ങനെ പുതിയതായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടോ? കാർഡിയോളജി സർജനായ കൊള്ളാമെന്നുണ്ട്. എഞ്ചിനീയറിംഗ്. BSc നഴ്സിംഗ്. മോൾക്ക് മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ആവണം. മെഡിക്കൽ ഫീൽഡിൽ ആക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു ക്ലാസ്സും ഇതുപോലെ തന്നെ ആദരവൊക്കെ കിട്ടി, അതിൽ നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ? അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ, നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക ഫ്യൂച്ചർ നിങ്ങളെല്ലാവരും അത് തന്നെ ആയിത്തീരട്ടെ. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ കാഞ്ഞിരപ്പള്ളി AKJM സ്കൂളിലെ നല്ല മിടുക്കികളായ കുറച്ച് കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. സോ എന്താണ് പേര്? നിറ്റു രഞ്ജിത്ത്. മോളുടെ പേര്? നേഹ. GN ജോസി. ഹന്ന ഫാത്തിമ. ജൂലിയറ്റ് എൽസ. നിങ്ങളെല്ലാവരും കാഞ്ഞിരപ്പള്ളി തന്നെയാണോ വീടും? ആണ്. ഓക്കെ. അങ്ങ് നമ്മുടെ AKJM കാഞ്ഞിരപ്പള്ളി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു ആദരവൊക്കെ കിട്ടി, ഫുൾ A+ നേടിയതിന്. അപ്പോൾ എന്ത് തോന്നി അങ്ങനെ ഒരു ആദരവൊക്കെ കിട്ടിയപ്പം? നല്ല സന്തോഷമായി. ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ ബ്രില്യൻറ്റിനും മനോരമക്കാർക്കും നന്ദി അറിയിക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു ഇതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ കുറേ സ്ഥലത്തു നിന്നൊക്കെ വിളിക്കാറുണ്ട് ഇതുപോലെ തന്നെ ചെല്ലണം. അതുപോലെ കുറേ മെഡലും പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. ജയരാജ് സാർ അങ്ങനെ കുറേ പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇവിടുത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവരുടെയൊക്കെ മോട്ടിവേഷൻ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു പ്രേരണ ഉണ്ടാക്കി തന്നു. അപ്പോൾ നിങ്ങൾ 10th കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക കരിയർ ഗൈഡൻസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞു തന്നു. കുറച്ച് ക്ലാസ്സസ് ആയിട്ട്, ചെറിയ ചെറിയ ക്ലാസ്സസ് ആയിട്ട് ഓരോ ആൾക്കാരും നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പിന്നെന്താ ഈ ഫോണിൻ്റെ ഉപയോഗവും പിന്നെ സോഷ്യൽ മീഡിയ അത് നല്ലതാണ്, അതോടൊപ്പം അതെങ്ങനെ നല്ലതായിട്ട് ഉപയോഗിക്കണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല. പിന്നെ നല്ലൊരു പ്ലാൻ വേണം ജീവിതത്തിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിവ് കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇനി എന്തിലേക്ക് പോകാനാണ് താല്പര്യം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണുമല്ലോ. 10th കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുവടും ഓരോ മൈൽ സ്റ്റോൺസ് എന്ന് വേണം പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അപ്പോൾ എന്താവണമെന്ന് ആഗ്രഹം? എൻട്രൻസ് എഴുതി പീഡിയാട്രീഷ്യൻ ഡോക്ടർ. പീഡിയാട്രീഷ്യൻ കുട്ടികളെ ഇഷ്ടമായതുകൊണ്ടാണോ? അത് ചൈൽഡ് ആ ഒരു ഇത് നല്ലൊരു സ്റ്റേജല്ലേ, അതുകൊണ്ട് നല്ല രസമായതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിലോട്ടാ താല്പര്യം. ആ ഫീൽഡാണ് നോക്കുന്നത്. മോൾ എന്താ നോക്കണേ? ഞാനും അതൊക്കെ തന്നെയാണ്. എൻ്റെ ചേട്ടനും ഇപ്പം എന്നെ നീറ്റിൻ്റെ പരീക്ഷ എഴുതി ഇരിക്കുവാണ്. എനിക്കപ്പോൾ ഒരു ന്യൂറോ സർജൻ ആകണമെന്ന് ആഗ്രഹം. ഞാനിപ്പം 2 years കോച്ചിങ്ങിന് പോകാൻ വേണ്ടി ഇരിക്കുക.
ഇവര് MBBS തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല സ്പെഷ്യലൈസേഷൻ വരെ ഏതിന് ചെയ്യണമെന്ന് ഓൾറെഡി തീരുമാനിച്ചു വെച്ചേക്കാണ് അല്ലേ? മോൾക്ക് എന്താവാൻ ആഗ്രഹം? ഓഡിയോളജിസ്റ്റ് ആകാനായിട്ട്. സാധാരണ എല്ലാവരും ചോദിക്കുമ്പം MBBS നീറ്റ് അങ്ങനെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ പറയുള്ളൂ. ഇത് സ്പെഷ്യലൈസേഷൻ തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, മോൾക്കോ? JE പഠിക്കണം, എന്നിട്ട് IIST ആണ് നോക്കുന്നത്. ഞാൻ JE പഠിച്ച് എഞ്ചിനീയറിംഗ് ആ ഒരു സ്ട്രീമിലോട്ട് പോകാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾ എന്താ പറയുക പീഡിയാട്രീഷ്യനും എല്ലാ ഒരു ഫീൽഡിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ +1-ലും +2-ലും നല്ല അടിപൊളി മാർക്ക് മേടിക്കുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ 2024 SSLC എക്സാമിൽ നല്ല ഫുൾ A+ ഒക്കെ കരസ്ഥമാക്കി വളരെ പ്ലസൻ്റ് ആയിട്ട് ചിരിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് കാണാം. നമ്മുടെ മെറിറ്റ് ഡേ ഒക്കെ കഴിഞ്ഞ് പാലാ ബ്രില്യൻ ക്യാമ്പസ് ഒക്കെ കണ്ടോ നിങ്ങൾ? കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ലൊരു സ്കോർ കരസ്ഥമാക്കി വലിയൊരു നേട്ടം കൈവരിച്ചിട്ട് ബ്രില്യനിലേക്ക് എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രില്യനിലേക്ക് മെറിറ്റ് ഡേയുടെ ഭാഗമായിരിക്കുകയാണ്. ഈ ഒരു നിമിഷം നമുക്ക് എന്ത് തോന്നുന്നു? നല്ല ക്ലാസ് ആയിരുന്നു, വളരെ സന്തോഷമുണ്ട്. നല്ല മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ആയിരുന്നു. നല്ല രീതിയിൽ +1 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ, +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ മനസ്സിലായി. സ്വാഭാവികമായിട്ടും ഇപ്പോഴേ ഓരോരോ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലേ? ഒരു ഗോള് നമ്മുടെ മനസ്സിലുണ്ട്. മോൾക്ക് എന്താവാനാണ് മോൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് MBBS എടുക്കാനാണ് നിലവിൽ. ഇപ്പം ബ്രില്യൻറ്റിൽ ചേരണമെന്നൊക്കെ ഉണ്ട്. ഫ്യൂച്ചർ ഡോക്ടറാണ്. ഇപ്പം ബ്രില്യൻറ്റിൽ ചേരേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോ? എൻ്റെ കസിൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഈ തവണത്തെ നീറ്റ് എക്സാം എഴുതിയതാണ്. അപ്പോൾ ഏറ്റവും നല്ല മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് തീർച്ചയായും ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലോങ് ടൈം ബാച്ചുകളിലേക്കൊക്കെ ഉള്ള വിദ്യാർത്ഥികളായിരിക്കും ഇവരെല്ലാവരും. മോളെ എന്താണ് മോളെ ലക്ഷ്യം വെക്കുന്നത്? ഞാൻ ആസ്ട്രോഫിസിക്സ്റ്റ് ആവാനായിട്ടാണ് ആഗ്രഹം. അപ്പോൾ ഇവിടുത്തെ ഈ ക്ലാസ്സസ് ഒക്കെ കൂടി കണ്ടപ്പോൾ കേട്ടപ്പോൾ കരിയറിനെ കുറിച്ചും പാഷനെ കുറിച്ചും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് ഒരുപാട് വിശിഷ്ട അതിഥികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. മോള് പറഞ്ഞ പോലെ നമ്മുടെ കരിയർ എവിടെ ചെന്ന് എത്തി നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചെറിയ ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലേ? അതിനെക്കുറിച്ച് മോൾക്ക് എന്താ പറയുക? കരിയർ മോൾഡ് ചെയ്യാനൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പം ശിവൻ സാറിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നേരിട്ട് കാണാൻ പറ്റിയതിലൊക്കെ സന്തോഷം. മോൾ എന്താ പറയുന്നത്? എന്ത് തോന്നി ഈ ഒരു നിമിഷം? പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. വേദിയിൽ കയറി സമ്മാനം വാങ്ങി അല്ലേ, മെഡൽ കിട്ടി, വീട്ടിൽ പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ സാക്ഷിയാവുകയാണ്. ഈ ഒരു നിമിഷത്തെക്കുറിച്ച് മോൾക്ക് എന്താ പറയാം? നല്ല രീതിയിൽ പ്രൗഡ് തോന്നിയ ഒരു മൊമെൻ്റാണ്. അച്ഛൻ നിന്നപ്പോൾ അവിടെ നിന്നൊരു മെഡൽ മേടിക്കുക, ഇതൊക്കെ അഭിമാനമായിട്ടുള്ളൊരു നിമിഷമാണ്. കൂടുതൽ കോഴ്സുകളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ +2 കഴിഞ്ഞ് ഇനി എന്തിനു പോകണം എന്നൊക്കെ മനസ്സിലായി. എന്താണ് ലക്ഷ്യം വെക്കുന്നത്? നല്ല നിറഞ്ഞ ചിരിയോടെ കേട്ടോ നിൽക്കുന്നത്. പറഞ്ഞോ. ലക്ഷ്യമായിട്ട് അങ്ങനെയൊന്നും ആലോചിച്ച് വരുന്നേ ഉള്ളൂ. ട്രാക്കിലാവണം ലക്ഷ്യമൊക്കെ ഒന്ന് അല്ലേ, കുറച്ചുകൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. അതത്രേ ഉള്ളൂ. നല്ല പരിപാടിയായിരുന്നു. ലൈക്ക് നമ്മുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള നല്ല മോട്ടിവേഷൻ ക്ലാസ്സും അതുപോലത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. സോ ഭാവി കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു പ്ലാൻ ഇവിടെ വെച്ചിട്ടുണ്ടാവും. പ്ലാന് ഇവിടെ വെച്ചുണ്ടായില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഏവിയേഷൻ ആണല്ലേ, അല്ലെങ്കിൽ മെർച്ചന്റ് നേവി അങ്ങനെ വല്ലതും. അതെ, എന്നൊക്കെ പരീക്ഷ എഴുതി എങ്ങനെയൊക്കെ കിട്ടാം, ഏതൊക്കെ കോളേജിൽ നല്ലതായിട്ട് അഡ്മിഷൻ വാങ്ങിക്കുക, ഏതൊക്കെ പരീക്ഷ എഴുതാന്നൊക്കെ ഇതിനകത്ത് നിന്ന് മനസ്സിലായി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.